ആർ ശങ്കറെ RSS ആയി ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ ശക്തമായി പ്രതിരോധിക്കുമെന്ന് മകൻ മോഹൻ ശങ്കർ. മരിക്കും വരെ ഗാന്ധിയനായിരുന്ന പിതാവ് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആയിരുന്നില്ല. ജനസംഘം നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയുമായി ആർ ശങ്കറിന് ബന്ധമുണ്ടായിരുന്നെന്ന പ്രധാനമന്ത്രിയുടെ വാദങ്ങൾ ശരിയല്ലെന്നും മോഹൻ ശങ്കർ റിപ്പോർട്ടറോട് പറഞ്ഞു. ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് ഹിന്ദു മഹാമണ്ഡലത്തിന് രൂപം നൽകിയത് സാമൂഹ്യ സേവന ലക്ഷ്യമിട്ടായിരുന്നു. അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നില്ല. ജനസംഘം നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയെ ഹിന്ദു മഹാമണ്ഡലത്തിന്റെ സമ്മേളനത്തിന് ക്ഷണിച്ചു എന്നതുൾപ്പെടെയുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകൾ ശരിയല്ലെന്നും മോഹൻ ശങ്കർ പറഞ്ഞു. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആർ ശങ്കറിനെ വിളിപ്പിച്ചിരുന്നു. അവർ തമ്മിൽ കണ്ടു, സംസാരിച്ചു. 3 ജനസംഘത്തിന്റെ അന്ന് ജനസംഘത്തിന്റെ നാഷണൽ മീറ്റിലേക്ക് ആർ ശങ്കറിനെ ക്ഷണിച്ചിരുന്നു. പക്ഷേ പോയോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം ഇവിടെ പറഞ്ഞില്ല. ഈ 3 കാര്യങ്ങളിലും യാതൊരു വിധമായ തെളിവുള്ള കാര്യങ്ങളല്ല. ആർ ശങ്കറെ RSS ആക്കാനുള്ള ശ്രമത്തെ ശക്തമായി തന്നെ പ്രതിരോധിക്കും. കേരളത്തിൽ അവർക്ക് പൈതൃകമില്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. ശ്രീനാരായണ ഗുരുവിനെ കൂടി RSS BJP-കാരനാക്കാതിരുന്നാൽ വലിയ ഭാഗ്യം എന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും ഇതിനെ എതിർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്തരം ശ്രമങ്ങളെ എതിർക്കേണ്ട വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ പ്രതികരിക്കാൻ പോലും തയ്യാറാക്കാത്തതിൽ വിഷമമുണ്ട്. തീർച്ചയായിട്ടും വരേണ്ട അദ്ദേഹത്തിന് SNDP യോഗത്തിന്റെ ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു. ഇത്തരം പ്രസ്താവനകൾ കേട്ട് മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് കൂടിയാണ് പ്രതിമാനാച്ഛാദന ചടങ്ങ് ബഹിഷ്കരിച്ചതെന്നും മോഹൻ ശങ്കർ പറഞ്ഞു. റിപ്പോർട്ടർ, കൊല്ലം.